ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു ചൂരിദാറിൻ്റെ കട്ടിംഗ് ആണ്. അപ്പോൾ നമുക്ക് ലൈനിങ് ചൂരിദാറാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ തുണി ഇതുണ്ടോ, ഇത് നമുക്കൊരു ഡിസൈനൊക്കെയുള്ള തുണിയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗമാണിത്. അപ്പോൾ ഇതുപോലുള്ള തുണിയെ നമ്മൾ ആദ്യം നമ്മുടെ ഈ ഒരു ഡിസൈൻ കണ്ടോ, ഈ ഒരു ഡിസൈനൊക്കെ ബോട്ടം ഭാഗത്ത് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ബോട്ടം വരുന്ന ഭാഗത്താണ് ആ ഒരു ഡിസൈൻ വരുന്നത്. എന്നിട്ട് നമ്മുടെ തുണിയെ നമ്മൾ ഇതുപോലെ നേരെ പകുതിയായി കണ്ടോ, ആ ഒരു ഡിസൈനൊക്കെ ഒന്ന് കറക്റ്റായി വെച്ച് നമുക്കിതുപോലെ മടക്കിയെടുക്കുക. കണ്ടോ, ഇതുപോലെ മടക്കിയെടുക്കുന്നു. ഇനി നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ നമ്മുടെ ബോട്ടം ഭാഗത്ത് നമുക്കൊരു ഡിസൈൻ ഉള്ളത് കൊണ്ട് തന്നെ കണ്ടോ, ഇവിടെ നമുക്കൊരു ഡിസൈനാണ്. ആ ഒരു ഡിസൈൻ നമുക്ക് മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല, നമുക്കത് എംബ്രോയ്ഡറി ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലെങ്ത്തിൻ്റെ കൂടെ നമ്മൾ വെറും 1/2 ഇഞ്ച് മാത്രം കൂട്ടി എടുത്താൽ മതി. നമുക്ക് 38 ഇഞ്ചാണ് നമ്മുടെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് മാത്രം കൂട്ടി 38.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. നമ്മുടെ ബോട്ടം ഭാഗത്ത് നമ്മൾ എക്സ്ട്രാ മടക്കി തയ്ക്കുവാനുള്ള തുണിയൊന്നും കൊടുക്കേണ്ടതില്ല. നമ്മുടെ ഷോൾഡർ ഭാഗത്തുള്ള തുണി മാത്രം 1/2 ഇഞ്ച് കൂട്ടി കൊടുത്താൽ മതി. ഇനി നമ്മുടെ ബോഡി ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് 13.5 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്യുന്നു. 19 ഇഞ്ചിൽ നമ്മുടെ ചുരിദാറിൻ്റെ സ്ലിറ്റ് ഓപ്പൺ കൊടുക്കുവാൻ വേണ്ടിയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയുന്നു. ഇതുപോലെ വരും. ഇനി നമ്മൾ ഈ ഒരു ചുരിദാറിൻ്റെ ഷോൾഡർ കൊടുക്കുന്നത് 6.5 ഇഞ്ചാണ്. 6.5 ഇഞ്ചാണ് നമ്മുടെ ഈ ഒരു ചുരിദാറിൻ്റെ ഷോൾഡർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെയും 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയുന്നു. ഇനി നമ്മൾ അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടിയും കൊടുക്കുന്നു 6.5 ഇഞ്ച്. ഇവിടെയും 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. നമ്മൾ ഇതുപോലെ വരയുന്നു. ഇനി നമ്മൾ ഈ ഒരു അളവിലാണ്, ഈ ഒരു മാർക്കിലാണ് നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്നത്. നമ്മുടെ ചെസ്റ്റ് അളവ് ആളുടെ ബോഡിയിൽ നിന്നെടുത്തുള്ള അളവാണ്. 33 ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്നത്. നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുന്നു, നമുക്ക് 37 ഇഞ്ച് കിട്ടും. 37ൻ്റെ 4/1 9.25. ഈ 9.25 നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. പ്ലസ് 1.25 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണിയും കൂടി എക്സ്ട്രാ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മുടെ വേസ്റ്റ് റൗണ്ട്, നമ്മുടെ ഇടുപ്പളവ് വരുന്നത് 30 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 3 ഇഞ്ച് എക്സ്ട്രാ കൂട്ടുന്നു. അപ്പോൾ നമുക്ക് 33ൻ്റെ 4/1 8.25 ഇഞ്ച്. 8.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു. പ്ലസ് ഒരു 1.25 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണിയും മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മുടെ സ്ലിറ്റ് വരുന്ന ഭാഗത്ത്, നമ്മുടെ ഓപ്പൺ വരുന്ന ഭാഗത്തുള്ള, നമ്മുടെ സീറ്റ് വരുന്ന ഭാഗത്തുള്ള അളവ് നമുക്ക് 32 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുക, നമുക്ക് 36 ഇഞ്ച് കിട്ടും. 36ൻ്റെ 4/1 9 ഇഞ്ച് പ്ലസ് 1 ഇഞ്ചാണ് നമ്മളിവിടെ തുന്നത്തുണി കൂട്ടുന്നത്. നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും ഒക്കെ നമ്മൾ 1.25 ഇഞ്ചാണ് എക്സ്ട്രാ തുന്നത്തുണി കൂട്ടിയത്. ഇവിടെ നമ്മൾ 1 ഇഞ്ചാണ് കൂട്ടിയത്. അതുപോലെ തന്നെ നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടി. ഇവിടെ നമ്മൾ 3 ഇഞ്ചാണ് എക്സ്ട്രാ കൂട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ 4 ഇഞ്ചാണ് കൂട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ ബോട്ടം ഭാഗത്ത് നമ്മളൊരു 10.25 മാർക്ക് ചെയ്യുന്നു. പ്ലസ് 1 ഇഞ്ച് ഇതുപോലെ തുന്നത്തുണിയും മാർക്ക് ചെയ്ത് നമ്മൾ ഇതുപോലെ വരയും. കണ്ടോ, ഇതുപോലെ വരയുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്നുണ്ടോ ഇതുപോലെ അല്പം പുറത്തേക്ക് ഷേപ്പ് വരുന്ന രീതിയിൽ ഇതുപോലെ വരയുന്നു. കണ്ടോ, ഇതുപോലെ വരയുന്നു. ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ നേരെ കണ്ടോ നേരെ വരയുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്ത് ഒന്ന് അല്പം റൗണ്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ ചെയ്യുന്നു. ഇനി നമ്മൾ നമ്മൾ ആം ഹോൾ ഇറക്കിയിട്ടുള്ള 6.5 ഇഞ്ചാണ് നമ്മൾ ഇറക്കം കൊടുത്തത്. അപ്പോൾ നമ്മൾ അതിൻ്റെ നേർപകുതി ഒരു 3.25 മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്ന് ഇതുപോലെ നമ്മുടെ ആം ഹോൾ വരഞ്ഞെടുക്കും. ഇനി നമ്മൾ ഈ ഒരു ചുരിദാറിൻ്റെ കഴുത്തിൻ്റെ വൈഡ് കൊടുക്കുന്നത് 5.5 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് നേർപകുതി 2.25 ഇതുപോലെ മാർക്ക് ചെയ്യുക. 5.5യുടെ നേർപകുതി 2.25 ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളിവിടെ മുകളിൽ ഒരു 1/2 ഇഞ്ച് തുന്നത്തുണി വിട്ടതിന് ശേഷം 5.5 ഇഞ്ച് നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കത്തിന് വേണ്ടി മാർക്ക് ചെയ്ത് ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു. ഈ ഒരു മാർക്കിനുള്ളിൽ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഡിസൈന് നിങ്ങൾക്ക് തയ്ച്ചെടുക്കാവുന്നതാണ്. വൈഡ് നമ്മൾ 5.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ടിങ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ നിന്ന് കറക്റ്റ് ഈ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്തെടുക്കുന്നു. ഇതുപോലെ
നമ്മുടെ ആ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക. ഉണ്ടോ, ഇതുപോലെ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു മാർക്കിങ് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക് പീസാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ഒരു തുണിയിൽ ബാക്കി വരുന്ന തുണിയുടെ അടുത്ത ഭാഗം ഇത് നമുക്ക് ആവശ്യത്തിനുള്ള വീതിയിൽ മാത്രമാണ് നമ്മളിത് മടക്കിയെടുക്കുന്നത്. നമ്മുടെ ഫ്രണ്ട് പീസ് നമ്മുടെ ഡിസൈൻ അനുസരിച്ച് നേർപകുതിയായിട്ടാണ് മടക്കിയെടുത്തത്. എന്നാൽ ബാക്ക് പീസ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വീതിയിൽ മാത്രം മടക്കിയെടുക്കുന്നു. കാരണം ബാക്കി വരുന്ന ഭാഗത്ത് നമുക്ക് സ്ലീവൊക്കെ കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. എന്നിട്ട് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പീസിനെ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെക്കുക. ഇനി നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ നമ്മുടെ ബോട്ടം ഭാഗത്ത് നമുക്ക് മടക്കി തയ്ക്കുവാനുള്ള തുണി നമ്മൾ കൊടുത്തിട്ടില്ല. ആ ഒരു ഡിസൈൻ തന്നെയാണ് കറക്റ്റായിട്ട് അവിടെ വെച്ച് കൊടുത്തത്. എന്നാൽ നമ്മുടെ ബാക്ക് പീസിൽ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് ഈ ഒരു മാർക്കിൽ നിന്ന് നമുക്ക് മടക്കി തയ്ക്കുവാനുള്ള തുന്നത്തുണി കൂടി എക്സ്ട്രാ നമ്മുടെ ലെങ്ത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. ബാക്ക് പീസ് മടക്കി തയ്ക്കേണ്ടതാണ്. ഫ്രണ്ട് പീസ് മടക്കി ബോട്ടം ഭാഗം മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്ക് പീസിൻ്റെ മാർക്കിങ്ങും ഇതുപോലെ കഴിഞ്ഞു. നമ്മളിതിന് ആദ്യം നമ്മുടെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തിട്ടില്ല അതേ അളവിൽ തന്നെ ബാക്ക് പീസിൻ്റെ ലെങ്ത്തിൽ മാത്രം മടക്കി തയ്ക്കുവാനുള്ള എക്സ്ട്രാ തുണി കൊടുത്ത് ബാക്കിയെല്ലാം ഫ്രണ്ട് പീസിൻ്റെ അതേ അളവിൽ തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കും. ഇനി നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിലൊക്കെ ഇതുപോലൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമ്മൾ 2.25 ഇഞ്ച് നമ്മൾ വൈഡ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ബാക്ക് പീസ് ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം 2.25 ഇഞ്ച് കറക്റ്റ് ഇവിടെയും മാർക്ക് ചെയ്ത് നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം നമ്മൾ കൊടുക്കുന്നത് 3.5 ഇഞ്ചാണ്. അപ്പോൾ മുകളിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം നമുക്ക് 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ റൗണ്ട് ചെയ്ത് കൊടുക്കും. കണ്ടോ, ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കും. ഇനി നമ്മൾ നമ്മുടെ ഫ്രണ്ട് കൈക്കുഴി നമ്മൾ അല്പം കുഴിച്ച് കട്ട് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ബാക്ക് പീസിനെ ഇതുപോലെ മാറ്റി വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ മുകളിൽ നിന്ന് 1 ഇഞ്ച് കണ്ടോ, ഇവിടെ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്ന് കണ്ടോ ഇതുപോലൊരു പീസ് ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് ഫ്രണ്ട് പീസിൽ നിന്ന് മാത്രം ഇതുപോലൊരു പീസ് ഇങ്ങനെ കുഴിച്ച് കട്ട് ചെയ്തെടുക്കും. കണ്ടോ, ഇവിടെ നിന്ന് കണ്ടോ ഇതുപോലൊരു പീസ് കുഴിച്ച് ഇവിടെ വരെ കണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. ഫ്രണ്ട് പീസിൽ നിന്നാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കട്ട് ചെയ്തു. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്തിനനുസരിച്ചുള്ള തുണിയെ നമ്മൾ ഇതുപോലെ 2 സ്ലീവും കൂടെ കട്ട് ചെയ്യാൻ വേണ്ടി മടക്കിയെടുത്ത് നമ്മൾ ഈ ഒരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. കണ്ടോ, അപ്പോൾ നമ്മൾ ഇതുപോലെ കണ്ടോ 2 സ്ലീവിന് വേണ്ടി നമ്മൾ ഇതുപോലെ നേർപകുതിയായി മടക്കി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ലെങ്ത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തതാണ്. നമ്മളിവിടെ നമ്മുടെ കൈയുടെ താവുവശം മടക്കി തയ്ക്കുവാനുള്ള തുന്നത്തുണി നമ്മളിവിടെ 1 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് 13.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 14 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. നമ്മൾ രണ്ടാമത് വരഞ്ഞിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്നാണ് 14 ഇഞ്ച് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു 1/2 ഇഞ്ച് നമ്മുടെ ഷോൾഡർ ഭാഗത്ത് സ്ലീവ് ഫിറ്റ് ചെയ്യുന്ന തുന്നത്തുണിക്ക് വേണ്ടിയാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 10ൽ 1 ഭാഗം നമുക്ക് 3.25 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. 33ൻ്റെ 10ൽ 1 ഭാഗം 3.25 ഇഞ്ചിൽ ഇവിടെ ഒരു മാർക്ക് ചെയ്യുന്നു. ഇനി അതുപോലെ തന്നെ നമ്മുടെ സ്ലീവിൻ്റെ ആം ഹോളിൻ്റെ ഭാഗത്ത് വരുന്ന ലൂസ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 4ൽ 1 ഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് കുറച്ചിട്ടാണ്. നമ്മുടെ ചെസ്റ്റ് അളവ് 33 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4ൽ 1 ഭാഗം 8.25 ഇഞ്ച് വരും. 8.25 നിന്ന് 1/2 ഇഞ്ച് കുറച്ച് 7.25 നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു മാർക്കിൽ നിന്ന് 7.25 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കും. കണ്ടോ, ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. പ്ലസ് ഒരു 1.25 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണിയും മാർക്ക് ചെയ്യുന്നു. കണ്ടോ, ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇത് നമ്മുടെ കൈയുടെ താവിലുള്ള ലൂസ് 10.5 ഇഞ്ചാണ്. അപ്പോൾ നേർപകുതി 5.25.
പ്ലസ് ഒരു 1.25 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണിയും മാർക്ക് ചെയ്ത് ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരയൂ. കണ്ടോ, ഇങ്ങനെ ഷേപ്പ് ചെയ്തുകൊണ്ട് വരയുന്നു. ഇത് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ കണ്ടോ, ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരയുക. കണ്ടോ, ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് വരുന്നു. ഇനി നമ്മൾ ഈ ഒരു അളവ് കണ്ടോ, നമ്മൾ ചെസ്റ്റിൽ നിന്ന് കണ്ടെത്തുന്നതാണ്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്തതിന് മുന്നേ കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ എപ്പോഴും ബാക്ക് പീസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഈ ഒരു അളവ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. 1/2 ഇഞ്ച് നമ്മുടെ ഷോൾഡർ ഭാഗത്ത് നിന്ന് തുന്നത്തുണിക്ക് വേണ്ടിയുള്ള മാർക്കിങ് ഇതുപോലെ മുകളിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു കൈയുടെ മാർക്കിൽ കൂടി നമ്മുടെ ആം ഹോളിനെ കറക്റ്റ് പിടിച്ചു കൊണ്ടുവന്നാൽ കണ്ടോ, നമ്മുടെ ആ തോൾ വശത്തുള്ള മാർക്കിങ്ങും കൈയുടെ മാർക്കിങ് കണ്ടോ കറക്റ്റായി കിട്ടുന്നത് കണ്ടോ. ഇതുപോലെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം. ഇതുപോലെ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്യുന്നു. ഇതിലൂടെ കണ്ടോ, ഇതിലൂടെ കറക്റ്റ് ആ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്യുക. ഇനി നമ്മൾ ഇവിടെ കണ്ടോ, ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്തും നമ്മളൊരു മാർക്കിംഗ് കൊടുത്തതിന് ശേഷം സ്ലീവിനെ നമ്മൾ ഇതുപോലെ നിവർത്തി വെക്കുക. ഇനി നമ്മുടെ ഇവിടെ നിന്ന് ഈ ഒരു സെൻറ്റർ മാർക്കിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇവിടെ നിന്നും 1 ഇഞ്ച്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു പീസ് ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തെടുക്കുന്നു. ഫ്രണ്ട് പീസിൽ നിന്ന് കണ്ടോ, ഫ്രണ്ട് ഭാഗത്തു നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കുഴിച്ച് ഈ ഒരു മാർക്ക് വരെ കട്ട് ചെയ്യുന്നു. ഇനി നമ്മുടെ സ്ലീവിനെ ഇതുപോലെ വെച്ച് ബാക്ക് പീസിൽ നിന്ന് ചെറിയൊരു ഷേപ്പിന് വേണ്ടി മാത്രം ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു കേട്ടോ, ഇതുപോലെ. അപ്പോൾ നമ്മൾ സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ലൈനിങ് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിത് 2 മീറ്റർ ലൈനിങ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ബോഡി പീസിന് മാത്രമാണ് ലൈനിങ് കൊടുക്കുന്നത്, സ്ലീവിന് ലൈനിങ് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മളെ തുണിയെ നമ്മൾ നേരെ ഇതുപോലെ മടക്കിയെടുത്ത് കണ്ടോ, നേർ പകുതിയായി മടക്കിയെടുത്ത് വീണ്ടും അതിൻ്റെ നീളം നേരെ പകുതിയായി ഇതുപോലെ മടക്കിയെടുക്കുന്നു കേട്ടോ, ഇതുപോലെ ഇങ്ങനെ മടക്കിയെടുക്കുക. അതിനുശേഷം നമ്മുടെ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ബാക്ക് പാർട്ടാണ് നമ്മൾ വെക്കുന്നത്. ഫ്രണ്ട് പാർട്ടല്ല, ബാക്ക് പാർട്ടാണ് വെക്കുന്നത്. ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെക്കുക. നമ്മുടെ ബോട്ടം ഭാഗത്ത് നമ്മളൊരു 2-3 ഇഞ്ച് കണ്ടോ, ഇവിടെ നമുക്ക് ഒരു 3 ഇഞ്ചൊക്കെ കുറച്ച് നമുക്ക് വെക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ 3 ഇഞ്ചാണ് നമ്മൾ കുറച്ച് വെക്കുന്നത്. ഇതുപോലെ കുറച്ച് വെക്കുന്നു. ഇനി നമ്മളിവിടെ ഷോൾഡർ ഭാഗത്ത് കറക്റ്റ് മാർക്കിംഗ് കൊടുക്കുക. എന്നാൽ നമ്മൾ ഈ ഒരു ആം ഹോളിൻ്റെ ഭാഗവും നമ്മുടെ സൈഡ് വശവും നമ്മളൊരു 1/2 ഇഞ്ച് നമ്മൾ തുന്നത്തുണി എക്സ്ട്രാ കൊടുക്കുന്നു കേട്ടോ. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാവുമ്പം ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. നമ്മളിവിടെ ബോട്ടം ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ സ്ലീവ് ഈ ഒരു പീസ് നമ്മൾ ലൈനിങ് പീസ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.